ഹനുമാൻ ചാലീസയിൽ 22ാമത് ദോഹ. സബ സുഖലഹേ തുമ്ഹാരി സരണ തുമ രക്ഷക് കാഹുക്കോ ഡരണ. ഹനുമാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ, ഹനുമാൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു ഭയവും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ജീവിതം ആസ്വദിച്ച് കഴിയാമെന്നാണ് പറയാം. കാരണം ഹനുമാൻ നൽകുന്ന ദൃഢനിശ്ചയം, സമർപ്പണം, ഭക്തി എന്നിവയിലൂടെ നമുക്ക് അനുചിതമല്ലാത്ത എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ ക്രമേണ നമ്മളിൽ നിന്ന് ഇല്ലാതാകും. പകരം ആത്മീയമായ ഉന്നതിക്കായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഉണർന്നു വരികയും ചെയ്യും. നമ്മൾ നല്ല ഭക്തിയുള്ളവരായിരിക്കാം, നമ്മൾ ഒരുപക്ഷെ ആത്മീയമായിട്ട് ഉയർന്നവരുമായിരിക്കാം. പക്ഷേ ചില ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ നമ്മൾ മാനസികമായിട്ട് തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ വളർച്ച അവിടെ അങ്ങ് സ്റ്റക്കായി പോകും. ഹനുമാൻ്റെ സംരക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൗതികമായും ആത്മീയവുമായുള്ള വളർച്ച, ഉയർച്ച ഒരുപോലെ നമുക്കുണ്ടാവും. ഏതൊരു ഭയത്തിൽ നിന്നും, ഏതൊരു അപകടത്തിൽ നിന്നും, ഏതൊരു ബന്ധനത്തെയും മറികടക്കാൻ ആന്തരികമായ ശക്തി നൽകുന്ന ചൈതന്യമാണ് ഹനുമാൻ. 23ാമത് ദോഹ. ആപ്പന തേജ് സംഹാരോ ആപേ തീനോ ലോക ഹാങ്കത്തെ കാമ്പേ. ഹനുമാൻ നമ്മുടെ ശരീരത്തിലെ മുഖ്യമായത് പ്രാണനാണല്ലോ. ഈ പ്രാണൻ എന്ന ചൈതന്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ഹനുമാൻ. അതോടൊപ്പം തന്നെ ശക്തിയും ഹനുമാനാണ്. അതായത് നമ്മുടെ ശക്തിയും നമ്മുടെ ചൈതന്യവും വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ കഴിവ് വർദ്ധിക്കുക. അതിന് സഹായിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ ഗർജിക്കുമ്പോൾ 3 ലോകങ്ങളും വിറയ്ക്കും എന്നാണല്ലോ പറയുന്നത്. അതായത് ഏതൊരു അസ്തിത്വ തലത്തിലേക്കും വ്യാപിക്കുന്ന ശക്തിയുണ്ട് ഹനുമാന്. ഹനുമാനെ പൂജിക്കുന്നതിലൂടെ അതിലൊരംശമാണ് നമ്മളിലേക്ക് വരിക. കർത്തവ്യബോധം, സ്ഥിരോത്സാഹം, ധൈര്യം, വീര്യം, ബ്രഹ്മചര്യം, അചഞ്ചലമായ വിശ്വാസം, സമർപ്പണം തുടങ്ങി ഹനുമാൻ്റെ ഉത്തമ ഗുണങ്ങൾ ക്രമേണ നമ്മളിലും പ്രകാശിച്ചു തുടങ്ങും. ഹനുമാനെ പോലെ നിഷ്ഠയോടുകൂടി സദാ ഭഗവാന്റെ നാമം ജപിക്കാൻ തയ്യാറായാൽ ഈശ്വര ദർശനം നേടാൻ സാധിക്കും. ഈശ്വര പദവിയിലേക്ക് ഉയർന്ന് ജനങ്ങൾക്കെല്ലാം വന്ദനീയനാകാനും സാധിക്കും എന്ന് ഹനുമാൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉത്തമനായ ഒരു ദ്വാരപാലകനാണ് ആഞ്ജനേയൻ. ഭഗവാന്റെ സന്നിധിയിൽ എത്തുന്നവരെയെല്ലാം ചിന്തകളിലും പ്രവൃത്തികളിലും ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുദ്രയോടുകൂടിയിരിക്കുന്ന ദ്വാരപാലകർ. അമ്മ പറയും, ചോദിപ്പത് ഈശ്വരൻ നൽകും, എന്നാൽ ചോദിക്കാൻ വേണം വിവേകം. ശ്രീരാമസന്നിധിയിൽ എത്തുന്നവരെയെല്ലാം ഈ തത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് പരമമായത് നേടിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ദ്വാരപാലകനാണ് ആഞ്ജനേയൻ.